ഹലോ, ഇന്ന് നമ്മൾ ട്രാക്സസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു RC വെഹിക്കിളാണ് ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഒരു ട്രാക്സസിൻ്റെ ഒരു ഐക്കോണിക് മോഡലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതൊരു സമ്മിറ്റ് എന്ന് പറയുന്നൊരു വേരിയൻ്റാണ്, മോഡലാണിത്. ട്രാക്സസ് ആണിത് ബിൽഡ് ചെയ്യുന്നത്. അപ്പം ഈ വണ്ടി ഒത്തിരി സ്പെസിഫിക്കേഷൻസ് ഉള്ള ഒരു വണ്ടിയാണിത്. ഇതൊരു ഐക്കോണിക് വണ്ടിയാണ് ട്രാക്സസിൻ്റെ. ഇതിന് ഈക്വലൻ്റായിട്ട് വേറെ ബ്രാൻഡുകളിൽ നിന്ന് അങ്ങനെ ഇതിനെ കോമ്പറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വണ്ടികളില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. ഇതൊരു 4-wheel drive വെഹിക്കിളാണ്. മെയിൻലി ഒരു ക്രോളറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇത്. അതുപോലെ തന്നെ ഒരു അത്യാവശ്യം ബാഷിംഗ് പർപ്പസിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വണ്ടി എഞ്ചിനീയർ ചെയ്തിരിക്കുന്നത്. ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. ഞാനത് കുറച്ച് പറ്റുന്ന പോലെ ഞാനത് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. പരിചയമുള്ളവർ കാണും. RC വേൾഡിൽ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, സമ്മിറ്റ് അറിയാത്തവർ വിരളമായിരിക്കും. അത്യാവശ്യം ഒരു 1:8 സ്കെയിൽ അല്ലെങ്കിൽ 1:7 സ്കെയിൽ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള സൈസ് ഉണ്ട് ഇതിന്. തീരെ ചെറിയ സൈസല്ല, അത്യാവശ്യം നല്ല സൈസുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സൈസുള്ളൊരു വെഹിക്കിളാണ്. സോഫ്റ്റ് ടയേഴ്സാണ് ക്രോളിങ്ങിന് വേണ്ടിയിട്ട്. നല്ല അൾട്രാ സോഫ്റ്റ് ആയിട്ടുള്ള ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു സിസ്റ്റം എന്ന് പറയാനായിട്ട് സസ്പെൻഷൻ നമുക്ക് അകത്തേക്ക് ചെയ്തേക്കുന്നൊരു സസ്പെൻഷനാണ്. അതിനൊരു ഞാനത് കാണിച്ചു തരാം, ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാം. അപ്പം കുറച്ചും കൂടിയൊക്കെ ഒരു പേറ്റൻറ്റഡ് ഡിസൈനാണ് ഈ സസ്പെൻഷൻ. ഓക്കെ, വേറെ ബ്രാൻഡുകളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരത് വേണമെങ്കിൽ അവർക്കത് കോപ്പിറൈറ്റിൻ്റെ ഇത് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെയുള്ളൊരു പ്രത്യേക സസ്പെൻഷനാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ക്രോളിംഗ് മോഡും ഉണ്ട് ഇതിന്, അതുപോലെ ഹൈ സ്പീഡ് മോഡും ഉണ്ട്. അപ്പോൾ നമുക്ക് ബാഷിങ്ങിനൊക്കെ നമുക്ക് ഹൈ സ്പീഡ് മോഡിൽ റൺ ചെയ്യാം. അല്ലെങ്കിൽ ക്രോളിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇച്ചിരി ടോർക്കി ആയിട്ടുള്ള രീതിക്ക് എടുക്കണമെങ്കിൽ അതിനുള്ള മോഡ് നമുക്ക് റിമോട്ടിൽ നിന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇതിനെ നമുക്ക് ഡിഫുകൾ ലോക്ക് ചെയ്യാൻ പറ്റും. ഇത് സാധാരണ നമ്മൾ കാറുകളിലും അതുപോലെ SUV-കളിലൊക്കെ ഉള്ള പോലെ ഡിഫറൻഷ്യൽസ് ഉണ്ട് ഈ വണ്ടിക്ക്. ഓക്കെ, അപ്പം ഇതിന് നമുക്ക് ഒന്നെങ്കിൽ ബാക്ക് ഡിഫ് മാത്രമായിട്ട് നമുക്ക് ഓപ്പൺ ആക്കിയിടാം, ഫ്രണ്ട് മാത്രമായിട്ട് ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ ഡിഫും ഓപ്പൺ ആക്കിയിടാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഡിഫ് മാത്രമായിട്ട് ലോക്ക് ചെയ്തിടാം, അല്ലെങ്കിൽ എല്ലാം അൺലോക്ക് ചെയ്തിടാം, അല്ലെങ്കിൽ 4 ലോക്ക് ചെയ്തിടാം. 4 വീലും ഒരുമിച്ച് ട്രാക്ഷൻ കിട്ടുന്ന രീതിയിൽ ലോക്ക് ചെയ്തിടാം. അപ്പോൾ അതൊക്കെ നമുക്ക് റിമോട്ടിൽ നിന്ന് തന്നെ, ട്രാക്സസ് തന്നിരിക്കുന്ന റിമോട്ടിൽ നിന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. വണ്ടിയിൽ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഓൺ ദ വേ ഷിഫ്റ്റ് ഓൺ ഫ്ലൈ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നൊരു ഫീച്ചറാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഞാനിത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. ഇത് 2 2Ways-ലാണ് ഈ വണ്ടി ഓടുന്നത്. 2Ways എന്ന് പറഞ്ഞാൽ രണ്ട് ബാറ്ററി വേണം. 2 ബാറ്ററി, അത് 2 സെല്ലിൻ്റെ 2 ബാറ്ററി, 7.2 വോൾട്ടുള്ള 2 ബാറ്ററി, 2 ലിപ്പോസാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നതിന്. അതുപോലെ തന്നെ ഇത് ബ്രഷ്ഡാണ് ഈ വെഹിക്കിൾ, ബ്രഷ്ലെസ് അല്ല. നമുക്ക് RC-യിൽ ബ്രഷും ബ്രഷ്ലെസ്സും ഉണ്ട്. മിക്കവാറും ക്രോളർ ആപ്ലിക്കേഷൻസിലുള്ള വണ്ടികളിലൊക്കെ ബ്രഷ്ഡ് മോട്ടേഴ്സേ വരത്തുള്ളൂ. ഹൈ എൻഡ് ആണെങ്കിൽ പോലും ബ്രഷ്ലെസ് വരാറില്ല, ബ്രഷ്ഡ് വണ്ടികളെ വരത്തുള്ളൂ. അങ്ങനെ ഒത്തിരി അഡ്ജസ്റ്റ്മെൻറ്റ്സും ഫീച്ചേഴ്സും ഉണ്ട് ഇതിന്. പിന്നെ ലൈറ്റൊക്കെ ഇൻബിൽഡായിട്ട് ട്രാക്സസ് കൊടുത്തിട്ടുണ്ട്. ട്രാക്സസിന് എന്ന് പറയുമ്പോൾ ട്രാക്സസ് നല്ലൊരു അമേരിക്കൻ ബ്രാൻഡാണ്. RC വേൾഡിൽ വേണമെങ്കിൽ RC വേൾഡിൽ നമുക്കിത് നമ്പർ 1 ബ്രാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. ട്രാക്സസിന് റേസ് പർപ്പസിനല്ല, ബാഷിംഗ് പർപ്പസിന് ട്രാക്സസ് നമ്പർ 1 ആണെങ്കിൽ എല്ലായിടത്തും X-Max പോലുള്ള വലിയ വണ്ടികളൊക്കെ ഇവരുടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഒരു കൾട്ട് ഫോളോയിങ് ഉള്ളൊരു വണ്ടിയാണ് സമ്മിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കാര്യങ്ങൾ ഞാനൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് തരാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ റിമോട്ട്. ഇത് TQI റിമോട്ടാണ്. സാധാരണ ട്രാക്സസുകളിൽ കാണുന്ന പോലത്തെ ഒരു TQI റിമോട്ടല്ല ഇത്. ഇത് നമുക്ക് കുറച്ച് എക്സ്ട്രാ സ്വിച്ചുകളുണ്ട്. ഇവിടെ ഈ റെഡ് സ്വിച്ച് ഉണ്ട്. ഇത് നമുക്ക് ഹൈ ഗിയറും ലോ ഗിയറിനും വേണ്ടിയിട്ടുള്ള സെലക്ഷനാണ്. ഇത് നമ്മൾ ഇപ്പോൾ കിടക്കുന്നതെന്ന് വെച്ചാൽ ടോർക്ക് മോഡിലാണ് കിടക്കുന്നത്. ക്രോളിംഗ് പർപ്പസിനുള്ള ഗിയറാണ് അപ്പ് സൈഡ്. ഡൗൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഹൈ സ്പീഡ് ആപ്ലിക്കേഷന് കുറച്ച് ബാഷിങ്ങിനൊക്കെ ആയിട്ട് ടോർക്ക് ഉണ്ടാവില്ല, പക്ഷേ സ്പീഡ് നല്ലതായിട്ട് കിട്ടും. അപ്പോൾ ആ പർപ്പസിന് നമുക്കിത് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ആക്ടിവേറ്റ് ചെയ്യാം. അതൊരു ഫീച്ചറാണ് ഇതിൻ്റെ. പിന്നെ ഈ മോളിൽ കാണിച്ചിരിക്കുന്ന ഈ ബട്ടൺ, ഇതാണ് നമുക്ക് ഡിഫറൻഷ്യൽ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് നമുക്കിപ്പോൾ ഈ പൊസിഷനിൽ, ലോ പൊസിഷനിൽ കടന്നു കഴിയുമ്പോൾ ഇത് നമുക്ക് ഡിഫെല്ലാം ഓപ്പൺ ആയിരിക്കും. സാധാരണ വണ്ടികളുടെ ഡിഫ് ലോക്കൊന്നും ഇല്ലാത്ത വണ്ടികൾ പോലെ ആയിരിക്കും, ഫ്രീ റണ്ണിങ് ആയിരിക്കും. ഇതിപ്പം നടുക്കോട്ടാക്കി കഴിഞ്ഞാൽ നമുക്കിത് ഫ്രണ്ട് വീല് മാത്രം ലോക്കാവും. ഓക്കെ, ഫ്രണ്ട് വീല് നമുക്ക് എവിടെയെങ്കിലും ക്രോൾ ചെയ്ത് കയറാനൊക്കെയുള്ള പർപ്പസിന് നമുക്കത് ഉപയോഗിക്കാം. പിന്നെ ഇത് ടോപ്പ് പൊസിഷനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ 4 വീലും ഡിഫുകൾ ലോക്കാവും. അപ്പോൾ അതൊക്കെ അതിൻ്റെ അകത്ത് കുഞ്ഞ് സെർവോസ് കൊടുത്തിട്ടുണ്ട്. അത് വഴി പർപ്പസിൽ ഗിയർ ചേഞ്ച് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫീച്ചർ ഉള്ളത്. ഇതാണ് സാധാരണ റിമോട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ട്രാക്സസ് സമ്മിറ്റിൻ്റെ TQI റിമോട്ടിൽ ഈ ഒരു സ്വിച്ച് അഡീഷണൽ ഉണ്ടാവും. അതുപോലെ ഈ ഗിയർ സെലക്ഷനുള്ള സ്വിച്ചും. ഓക്കെ, ഇത് ഗിയർ സെലക്ഷൻ്റെയും ഇത് നമുക്ക് ഹൈ സ്പീഡ് ലോ സ്പീഡ് സെറ്റ് ചെയ്യാനുള്ള പർപ്പസിനുള്ളതാണ്.
ഓക്കെ, ബാക്കിയെല്ലാം TQI സാധാരണ വരുന്ന പോലെ. ഈ TQ എന്ന് പറഞ്ഞാൽ ടോപ്പ് ക്വാളിഫയർ എന്നാണ് അവർ പറയുന്നത്. ആ ഒരു ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു വയർലെസ് മോഡ്യൂൾ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം. അതുണ്ടെങ്കിൽ നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്യാം. നമ്മുടെ വണ്ടിയുടെ ടെലിമെട്രി, സ്പീഡ്, അതുപോലെ RPM ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോണിൽ നമുക്ക് ലൈവായിട്ട് ഒരു സ്പീഡ് ഓയിൽ കാണിച്ചുകൊണ്ടിരിക്കും, ഒരു കൺസോളിൽ കാണിച്ചുകൊണ്ടിരിക്കും. അത് നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ ഞാനത് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, മോഡ്യൂൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് ഇതിൻ്റെ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇതൊരു 2S ആണ്, 2S ബാറ്ററിയാണിത്. അതുപോലെ തന്നെ 2 2S ആണ് വേണ്ടത്. 2 2S ഹാർഡ് ഷെൽ ബാറ്ററീസ് ആണിത്. രണ്ട് റേറ്റിംഗ് ആണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ മിക്സ് ചെയ്തൊന്നും ഉപയോഗിക്കാം. റിമോട്ടിന് നമുക്ക് 4 ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. ബാറ്ററി ലോഡ് ചെയ്യുക. സ്വിച്ച് എവിടെയാണുള്ളത്? ഈ താഴെ കാണുന്ന ബട്ടണാണ് സ്വിച്ച്. ഓണായി, റിമോട്ട് ഓണാണ്. ഇനി നമുക്ക് വെഹിക്കിളിനകത്ത് ഈ 2 ബാറ്ററീസ് നമുക്ക് ലോഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ആദ്യം ട്രാൻസ്മിറ്റർ ഓഫ് ചെയ്ത് വയ്ക്കുക. ഇതിനകത്ത് ബോഡി ക്ലിപ്സ് ഉണ്ട്. ഈ കാണുന്നതാണ് ഇതിൻ്റെ റിയർ ബോഡി ക്ലിപ്സുകൾ. ബോഡി ക്ലിപ്പ് റിമൂവ് ചെയ്യുക. ഫ്രണ്ടിലുണ്ട് ബോഡി ക്ലിപ്പ്. ഇതിൻ്റെ മോട്ടറിൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നത്. ടൈറ്റൻ 775 എന്ന് പറഞ്ഞ മോട്ടറാണ്. ഇത് ടാക്സസിൻ്റെ മോട്ടറാണ്, അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഇതാണ്, ലേബലാണത്. പിന്നെ ഇതിന് ഈ റോൾ കേജ് കൊടുത്തിട്ടുണ്ട് വണ്ടി മൊത്തം. അപ്പോൾ ഇതൊരു ഹാർഡ് ടെറൈനിൽ അല്ലെങ്കിൽ ഇച്ചിരി റോക്കി ടെറൈനിൽ ഓടുമ്പോൾ ജസ്റ്റ് ഇപ്പോൾ കഴിയുന്ന സ്ക്രാച്ചസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൊത്തം റോൾ കേജ് കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയിൽ കംപ്ലീറ്റ്ലി കവേർഡാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി എവിടെയെങ്കിലും റോൾ ഓവർ ചെയ്യുവാണെങ്കിലും ഇതിന് കാര്യമായിട്ടൊന്നും ഡാമേജസ് ബോഡിക്ക് പറ്റത്തില്ല. ഓക്കെ, ഫുള്ളി കവേർഡാണ്. ഇതൊക്കെ ട്രാക്സസ് അവർ തന്നെ ചെയ്ത് വിടുന്നതാണ്, നമ്മളൊന്നും എക്സ്ട്രാ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ബോഡി മാറ്റി വയ്ക്കാം നമുക്ക്. ഇതാണ് ഇതിൻ്റെ സസ്പെൻഷൻ. ഇത് നമുക്ക് ഇവർ പറയുന്ന പേര് ക്യാൻഡിലിവർ സസ്പെൻഷൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ട്രാക്സസിൻ്റെ പേറ്റൻറ്റഡ് സിസ്റ്റമാണ്. അതായത് ബോഡിയിൽ നേരെയാണ് ഇതിൻ്റെ ഇങ്ങനെ ലൈൻ ഡൗൺ ആയിട്ട് കിടക്കുവാണ് ഇതിൻ്റെ സസ്പെൻഷൻ. മറ്റേ നമ്മൾ സാധാരണ കാണുന്ന പോലെ താഴത്തേക്ക് പുഷ് ചെയ്യുന്നതല്ല. പിന്നെ ഈ ലിവർ, ഈ ക്യാൻഡിലിവർ വെച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന ഈ ഫോഴ്സിന് ഇത് ഇങ്ങോട്ട് സസ്പെൻഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പർപ്പസ്, ഫങ്ഷൻ. ഇതാണ് ഇതിൻ്റെ ഒരു ഷോക്കിൻ്റെ മൂവ്മെൻറ്റ്സ്. ഇത് പേറ്റൻറ്റഡ് ആണ്. വേറെ കമ്പനികൾ ഇത് കോപ്പി ചെയ്യാൻ നോക്കി. അതിപ്പോൾ ആർമ പോലത്തെ, ആർമ എന്ന് പറയുന്നത് ഒരു ഹൊറൈസൺ ഹോബി ബ്രാൻഡാണ്. അവർ ഒരു വണ്ടിയിൽ, അവരുടെ 1-2 വണ്ടികളിൽ ഈ സസ്പെൻഷൻ കോപ്പി ചെയ്യാൻ നോക്കി. അപ്പോൾ അവരെ കേസ് കൊടുത്ത് സൂ ചെയ്തു. അപ്പോൾ അവരുടെ പ്രൊഡക്ഷൻ നിർത്തി. ആ വണ്ടികൾ പെർട്ടിക്കുലർ മോഡൽസ് ഇവരുടെ സസ്പെൻഷൻ ഉപയോഗിക്കാൻ പാടില്ല എന്നാക്കി എടുത്തു അവർ. അപ്പോൾ അത്ര ഒരു സിസ്റ്റമാണ് ഇതിൻ്റെ ഉള്ളത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ബ്രഷ്ലെസ് മോട്ടർ. ഇതാണ് ഈ ടൈറ്റൻ 775 എന്ന് പറയുന്ന മോട്ടറാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇവരുടെ തന്നെ ബ്രഷ്ലെസ് ആയിട്ടുള്ള ESC ആണ്. ബ്രഷ്ലെസ് പോട്ടെ, ബ്രഷ്ഡ് ESC ആണ്. ബ്രഷ്ലെസ് ESCക്കും ബ്രഷ്ഡ് ESCക്കും വ്യത്യാസങ്ങളുണ്ട്. അത് നമുക്ക് ബ്രഷ്ലെസ് ESC ആണെങ്കിൽ ബ്രഷ്ലെസ് മോട്ടറിനും, ബ്രഷ്ഡ് ESC ആണെങ്കിൽ ബ്രഷ്ഡ് മോട്ടറിനുമാണ് ഉപയോഗിക്കുന്നത്. ഇത് തന്നെ EVX2 എന്ന് പറയുന്ന ക്രോളിംഗ് പർപ്പസിനും ബാഷിങ്ങിനും ഒക്കെയുള്ള ഒരു ESC ആണ് ഇതിൻ്റെ അകത്ത് ഇവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ അവരുടെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ സാധാരണ ട്രാക്സസിൻ്റെ ഫീച്ചേഴ്സൊക്കെ പോലെ ലിപ്പോ കട്ട് ഓഫിനൊക്കെയുള്ള ലിപ്പോ ബാറ്ററി പ്രൊട്ടക്ഷൻ മോഡും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബട്ടൺ വെച്ചാണ് ഇത് ഓൺ ചെയ്യുന്നത്, ഓഫ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അലുമിനിയത്തിൻ്റെ ഹീറ്റ് സിങ്ക് ഉണ്ട്. നന്നായിട്ട് ഹീറ്റാകുമ്പോൾ ESCയുടെ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഹീറ്റ് സിങ്ക് കൊടുത്തേക്കുന്നത്. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എല്ലാ വണ്ടികളിലും, മിക്കവാറും വണ്ടികളിലും സ്ലിപ്പർ ക്ലച്ച് ഉണ്ട്. ഈ കാണുന്നതാണ് ഇതിൻ്റെ സ്ലിപ്പർ ക്ലച്ച്. ഈ കാണുന്നതാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇത് നമുക്ക് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ട്രാക്ഷൻ ആയിരിക്കും. പെട്ടെന്ന് വണ്ടി ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ അതേപോലെ നമുക്ക് റോഡിലേക്ക് ട്രാക്ഷൻ കിട്ടും. ഇച്ചിരി ലൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഇച്ചിരി സ്ലോയിൽ മൂവ് ചെയ്തതിന് ശേഷം ട്രാക്ഷനായിട്ടേ വണ്ടി സ്പീഡ് ആവുള്ളൂ. അപ്പോൾ നമുക്കിത് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് ആ ടൂൾ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത്. ഓക്കെ, ഇതാണ് ക്ലച്ചിൻ്റെ ബോക്സാണിത്. ഇതിൻ്റെ ട്രാൻസ്മിഷനാണ്. ട്രാൻസ്മിഷൻ്റെ ആ സെറ്റപ്പാണ് ഇതൊക്കെ. ഇതിനകത്ത് ഗിയറും പിനിയനും ഒക്കെ വരുന്ന സ്ഥലങ്ങളാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന ഈ കാണുന്ന
മിനി സെർവോകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സ്റ്റിയറിങ്ങിന് ഒരു വലിയ സെർവോ വെച്ചിട്ടുണ്ട് അടിയിൽ, ഞാൻ കാണിച്ചു തരാം. ഈ സെർവോസൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയുടെ സ്പീഡും ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ ഗിയറിലേക്കുള്ള ചേഞ്ചസ് നമ്മുടെ വലിയ വണ്ടികളിലൊക്കെ നമ്മുടെ കാറുകളിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇത് ചേഞ്ച് ആവും. ഓക്കെ, ഇത് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഗിയർ മാറുന്നൊക്കെ ഇതിൽ തന്നെയാണ്. അപ്പോൾ ഇത് അതിനുള്ളതാണ് ഒരെണ്ണം. പിന്നെ ഇപ്പോഴത്തെ വേറെ രണ്ട് കുഞ്ഞു സെർവോകൾ വേറെ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞോണം എന്താ പറയുക, നമുക്ക് ഡിഫ് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും ഒക്കെയുള്ള ഫീച്ചേഴ്സിനായിട്ട് കൊടുത്തേക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ വർക്ക് ചെയ്ത് കാണിച്ചു തരാം. അതുപോലെ ലൈറ്റിൻ്റെ കേബിളിംഗ് ആണ് ഈ പോയിരിക്കുന്നത്. ഇത് രണ്ടും ഫ്രണ്ടിൽ വർക്ക് ചെയ്യുന്ന 2 ലൈറ്റ്സ് ഉണ്ട് ഇതിന്. അതുപോലെ റിയറിൽ 2 ടെയിൽ ലാമ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫീച്ചർ. പിന്നെ അത് ബാറ്ററി ബോക്സ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഈ ക്ലിപ്പ് ഒരു തുറക്കുക, ഇതിൻ്റെ അകത്താണ് നമ്മൾ ബാറ്ററി ലോഡ് ചെയ്യുന്നത്. ഇതുപോലെ ഇത് ട്രാൻസ്മിറ്റർ ബോക്സാണ്, വാട്ടർ പ്രൂഫാണ്, വെള്ളമൊന്നും കയറാതിരിക്കാനായിട്ട് സീൽഡാണ്. ഇതിനകത്ത് വാഷറൊക്കെ ഉണ്ട്, സീൽഡാണ് പക്കായിട്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഈ ഫ്രണ്ട് ഇതുപോലെ തന്നെ ക്യാൻഡിലിവർ സസ്പെൻഷനാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ വണ്ടി പ്രസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ആക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഈ ലിവറാണത്, ഇതാണ് അതിൻ്റെ ഫങ്ഷനിങ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഫീച്ചേഴ്സ്. ഈ 2 സൈഡിലും നമുക്ക് ബാറ്ററി കമ്പാർട്ട്മെൻറ്റാണ് ഇതിനുള്ളത്. അതർ സൈഡിലും ഇതുപോലെ ബാറ്ററി കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. നമ്മുടെ ഈരിവോയുടെ ഒരു പ്ലാറ്റ്ഫോമാണ്, ഇവരുടെ തന്നെ ഒരു മോഡലാണ് ഈരിവോ എന്ന് പറയുന്നത്. അതിനും ഇതുപോലത്തെ തന്നെ ഒരു സെറ്റപ്പാണ് ബാറ്ററിയൊക്കെ ലോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരുമാതിരി കമ്പണൻസൊക്കെ ഈ ബേസിക് ആയിട്ടുള്ള ബോഡിക്ക് പാനൽസ് ഇങ്ങനെയുള്ളതൊക്കെ ഈരിവോടെ നമുക്ക് ഇതിനകത്ത് സ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ബാറ്ററിനകത്ത് ഇടാം. ഇതിപ്പോൾ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബാറ്ററിയാണ്. ഇത് റോണിക്സ് ബ്രാൻഡിനെയാണ്. അപ്പോൾ അതിൽ സെയിം ബാറ്ററി 2 ഇല്ല, ഡിഫറെൻറ്റ് ബ്രാൻഡാണ്. അത് കുഴപ്പമില്ല, എന്നാലും മിക്സ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഒരു ബാറ്ററി ഈ ഒരു പോർട്ടിലേക്കും മറ്റേ ബാറ്ററി അതിലേക്കും ഇടും. അപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. വീഡിയോ പിടിക്കുമ്പോൾ ഇങ്ങനെയേ പറ്റത്തുള്ളൂ. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ലോക്ക് ചെയ്യും. അടച്ച് ലോക്ക് ചെയ്യും. ഇങ്ങനെ 2 സൈഡിൽ നമ്മളിത് ലോക്ക് ചെയ്യും. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ ബട്ടണാണ് പവർ ഓൺ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ബാറ്ററി ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, 2 കമ്പാർട്ട്മെൻറ്റുകളും 2 2S ബാറ്ററി, 2 2 സെൽ 7.2ൻ്റെ 2 ബാറ്ററികൾ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ട്രാൻസ്മിറ്റർ ഓൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ ഗ്രീൻ ലൈറ്റ് കത്തിയിട്ടുണ്ട്. AC പവറപ്പായി. അപ്പം വണ്ടി ഇപ്പോൾ നോക്കാം. നമുക്ക് ടെയിൽ ലൈറ്റൊക്കെ കത്തിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ടെയിൽ ലൈറ്റ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ 4 ലാമ്പുണ്ട്, 4 ലിറ്റപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഫുള്ളി ലോഡഡ് ഫീച്ചേഴ്സൊക്കെ ആയിട്ടാണ് ഇത് വരുന്നത്. ഈ ലൈറ്റൊക്കെ ലോഡഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ബട്ടൻ്റെ ഫങ്ഷൻസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ലോ സ്പീഡിലാണ് കിടക്കുന്നത്, ട്രാക്ഷൻ മോഡിലാണ് കിടക്കുന്നത്. അതായത് ടോർക്കി മോഡിലാണ്, ക്ലൈമ്പിങ്ങിനുള്ള പർപ്പസിനാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇത് നമുക്ക് മാറുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള ചേഞ്ചസ് നോക്കിയുള്ളൂ കേട്ടോ. കണ്ടോ, ഇത് ഈ ഒരു സെർവോയാണ് ഇതിൻ്റെ ഒരു ഫങ്ഷൻ. ഈ കാണുന്ന ഈ സെർവോയാണ്. ഇപ്പോൾ ഇത് ഹൈ ടോർക്ക് മോഡിൽ ഇടുമ്പോഴത്തേക്കും അതവിടെ ഗിയർ അവിടെ ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹൈ സ്പീഡിലേക്ക് അടുത്ത ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇതാണ് ഇതിൻ്റെ ഈ ഒരു ടോർക്കിൻ്റെ ഫങ്ഷൻ, ഈ ഒരു സെർവോയുടെ ഫങ്ഷൻ. ഓക്കെ, ഇതൊന്ന്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഡിഫറൻഷ്യൽസിൻ്റെ ചേഞ്ചസ് ആണ്. ഡിഫ് ലോക്ക് ചെയ്യണോ അൺലോക്ക് ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഇത് ഫുൾ ഓപ്പണിലാണ് എടുക്കുന്നത്. നമ്മളിത് ഫ്രണ്ട് വീൽ മാത്രം ലോക്ക് ചെയ്യുമ്പോൾ ആ മോഡ് ഈ സെർവോ വർക്ക് ചെയ്യും.
ഉണ്ട്, ആ ഗിയർ പൊസിഷൻ ചെയ്തേക്കുന്നുണ്ട്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് മെക്കാനിക്സാണ്. ഇത് നമ്മളൊരു ടോയ് കാർ കാണുന്ന പോലെയോ അങ്ങനെയൊന്നും നമ്മളിത് കൺസിഡർ ചെയ്യരുത്. ഭയങ്കര നല്ല വെൽ എഞ്ചിനീയർഡ് അല്ലെങ്കിൽ ഭയങ്കര എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ അതാണ് അതിൻ്റെ ഫംഗ്ഷൻ. ഇനിയിപ്പോൾ നമ്മൾ 4 ഡിഫും ലോക്ക് ചെയ്യാനുള്ള കീ ഞെക്കാം കേട്ടോ. അപ്പോൾ ഈ സെർവോ ഇതാണ് 4 വീലും 4 ഡിഫും ഫ്രണ്ടും ബാക്കും, ഫ്രണ്ട് ഡിഫും ബാക്ക് ഡിഫും റിയർ ഡിഫും ലോക്ക് ചെയ്യുമ്പോൾ ഈ സെർവോ വർക്ക് ചെയ്യും. ജസ്റ്റ് നോക്കിയോളൂ. ഓക്കെ, ഇത് ഇപ്പം ഫ്രണ്ട് മാത്രം, ഇതെല്ലാ ഡിഫുമാണ് ലോക്ക്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ലോക്ക്, റിയർ ലോക്ക്, ഇതാണ് ആ സെർവോസിൻ്റെ ഫങ്ഷൻ. ഇതെല്ലാം നമ്മൾ അൺലോക്ക് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഈ സ്വിച്ചിൻ്റെ ഈ റെഡ് ബട്ടൻ്റെ ഫങ്ഷനാണിത്. ടോർക്കിൽ അത് ലോ ഗിയർ, ഇപ്പോൾ ഫസ്റ്റിലൊക്കെ ഇട്ട് നമ്മൾ വണ്ടി ഓടിക്കുന്ന പോലെ ആ ഒരു സെറ്റപ്പ് ആയിരിക്കും ഇത് ഹൈ സ്പീഡ് ടു സ്പീഡ് ട്രാൻസ്മിഷനാണ്. ഒന്ന് റോക്ക് ക്ലൈംബിങ്ങിനുള്ള മോഡാണിത്. പിന്നെ ഇത് ഫാസ്റ്റായിട്ട് ഓടിക്കാനുള്ള ബാഷിങ് പർപ്പസിന് അത്യാവശ്യം നന്നായിട്ട് ബാഷ് ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണ്. ക്രോളറുമാണ്, അതുപോലെ തന്നെ ബാഷിങ്ങിന് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ഒരു ഫീച്ചേഴ്സ് നമുക്ക് പറയാനായിട്ടുള്ളത്. അത്യാവശ്യം വളരെ എന്നാ പറയുന്നത് ഒരു കൾട്ട് ഫോളോയിങ് ഉള്ളൊരു വണ്ടിയാണ് ഇത് സമ്മിറ്റ് എന്ന് പറയുന്നത്. ഞാൻ ബോഡി ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സമ്മിറ്റ്, ട്രാക്സസിൻ്റെ സമ്മിറ്റ് എന്ന് പറയുന്ന സാധനമാണിത്. ഇതാണ് ഫ്രണ്ട് ലുക്ക്, ഇങ്ങനെ ഇരിക്കും. നല്ല സൂപ്പർ ബ്രൈറ്റ് LEDs ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം കമ്പനി ഫിറ്റ്മെൻ്റ് ആണ്. അതുപോലെ ടെയിലിൽ റെഡ് ലൈറ്റ്സ് ആണ്, ടെയിൽ ലൈറ്റ് അതും 3 LEDs വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഉള്ളത്. പിന്നെ ഇതിനകത്തൊരു ആഡ് ഓൺ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. ഇതിൻ്റെ അടിയിൽ മെറ്റലിന് ബ്രേസസ് ഇട്ടിട്ടുണ്ട്. അതായത് അണ്ടർ ബോഡി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മെറ്റലിൻ്റെ ഒരു ഷീൽഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് എക്സ്ട്രാ ഫിറ്റ്മെൻ്റ് ആണ് കേട്ടോ. നല്ല റഫ് ടെറനിൽ പോകുമ്പോൾ അടിയൊന്നും സ്ക്രാച്ച് ആവാതിരിക്കാനും പൊട്ടാതിരിക്കാനും ഒക്കെ ആയിട്ട് ആഡ് ചെയ്തേക്കുന്നതാണ്. ഒരു 4 പീസാണത്. ഇത് വരുത്തിച്ച് ട്രാക്സസ് തരുന്നതല്ല, നമ്മൾ വരുത്തിച്ച് എക്സ്ട്രാ ചെയ്യുന്നതാണ്. അതിന് ഏകദേശം ഒരു 3500 അടുപ്പിച്ചൊരു കോസ്റ്റ് വരുന്നുണ്ട്. പല ബ്രാൻഡിൻ്റെ ഉണ്ട്, അത് വില കുറഞ്ഞതും കിട്ടും. അപ്പം ഇതാണ് നമ്മുടെ സമ്മിറ്റ്. അപ്പോൾ ഇനി അടുത്തൊരു ദിവസം വേറെ ഏതെങ്കിലും ഒരു വണ്ടിയുടെ റിവ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പ്രിവ്യൂ വേണമെങ്കിൽ തരാം. ഓക്കെ, റണ്ണിങ് വീഡിയോസ് വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കമ്പൈൻഡ് ആയിട്ട് വേറെ നമുക്കത് ചെയ്യാം. ഏകദേശം ഒരു സൈസ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. ഒരു ഡെസ്ക്കാണിത്, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓഫീസ് ഡെസ്ക്കാണ്. അപ്പോൾ അതിൽ നമുക്ക് ഏകദേശം ഇത്രയും ഉണ്ട് വണ്ടിയുടെ ഒരു സൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാക്സസിൻ്റെ സമ്മിറ്റ്. അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോയിൽ വേറൊരു വണ്ടി നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ കണ്ടതിനും ഇത്ര നേരം ബെയർ ചെയ്തതിനും ഒത്തിരി താങ്ക്സ്. പിന്നെ ഇതുപോലുള്ള വണ്ടിയുടെ ഇൻഫോസ് താല്പര്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ ചാനൽ വിസിറ്റ് ചെയ്യുക. ലൈവായിട്ട് എപ്പോഴും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷേ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മളിലുള്ള വണ്ടിയുടെയൊക്കെ ഇതുപോലത്തെ ചെറിയ റിവ്യൂസ് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് മീ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ.